അറിയാലോ റോബിന് അഖിൽമാരാറൊക്കെ BJP-യിൽ കടന്നു പോയിരുന്നു. അപ്പൊ അതെന്തേലും ഇമ്പാക്ട് BJP എന്ന പ്രസ്ഥാനത്തിന് ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോ 2026 ഈ വർഷം കുറെ അധികം ബ്രഹ്മാണ്ഡ പടങ്ങൾ വരുന്നുണ്ടല്ലോ. ആയാം ഗെയിം, ടിക്കി ടാക്ക, ഈ 19th ആട് 3, പാട്രിയോട്ട്, ദൃശ്യം 3, അങ്ങനെ കുറെ പടങ്ങൾ. ഇപ്പൊ അശ്വിൻ ബ്രോക്ക് എക്സൈറ്റിംഗ് ആവുന്ന 2-3 ഫിലിം ഏതായിരിക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് കാത്തിരിക്കുന്ന? ഈ വർഷം ഒന്നുമില്ലേ? ആ, മലയാളം ആയിട്ട് ഓ ആട് 3. ഓ അല്ലാണ്ട് പേര് കേട്ടിട്ട് ഇപ്പൊ കൊറേ അധികം അയാം ഗെയിം ഭയങ്കര 2 വർഷത്തിന് ദുൽഖർ. ആ, അയാം ഗെയിമാണ് നിലവിലെ 2000 ഏറ്റവും മലയാളത്തിൽ വെയിറ്റ് ചെയ്യുന്നവരോട്. അതാണ് വെയിറ്റ് ചെയ്യണത്. ആ, ഇപ്പൊ ഈ എല്ലാത്തിനും കോസ്റ്റ്യൂംസ് ഒക്കെ സെപ്പറേറ്റ് ഒരു കട ഉണ്ട്. അതെങ്ങനെ ആ സ്ഥിരം കടയിൽ നിന്നാണോ വാങ്ങാ? ഇപ്പൊ ചില സിനിമക്ക് എന്താണ് റിവ്യൂ ചെയ്യുമ്പോ കോസ്റ്റ്യൂം എന്നിട്ട് പിന്നെ അത് സ്യൂട്ട് അല്ല എന്ന് തോന്നി, അല്ലെങ്കിൽ ഈ കോസ്റ്റ്യൂം ഇടണ്ടിരുന്നില്ല എന്ന് തോന്നി, അങ്ങനെ എന്തെങ്കിലും കോസ്റ്റ്യൂം സൂട്ട് ആയിട്ടാണ്? അങ്ങനൊന്നുമില്ല. അശ്വിൻ ബ്രോ റിവ്യൂസ് ഒക്കെ കാണുമ്പോ എന്നാല് ഈ റിവ്യൂ പറയുന്ന അശ്വിൻ ബ്രോ അല്ല ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ആള്. ഭയങ്കര ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ മറുപടി പറയുന്നു കൂളായിട്ട്. സിനിമ അല്ലാണ്ട് വേറെ ഹാപ്പിനെസ് ഒന്നും ഇല്ല നിലവില് ലൈഫില്. ഓ ഓക്കെ. പിന്നെ അതുപോലെ വേറെ ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, അതായത് ഈ യൂട്യൂബ് അല്ലാണ്ട് വേറെ റവന്യൂ പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളും ഇല്ല? യൂട്യൂബ് തന്നെയാണ്. ആ, ഇപ്പൊ നിലവില് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസി മാറ്റം വരുത്തുകയാണെങ്കിൽ സേവിങ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ഉണ്ട്. നടൻ എന്ന നിലയിലും അങ്ങനെ രീതിയിലൊക്കെ മാറാൻ ഓക്കെ ഓക്കെ ഓക്കെ. ഒരു റിവ്യൂ മാറ്റിയിട്ടില്ലേ? ഞാൻ വേറെ കേട്ടോ, ഇപ്പൊ ഇനി 2 മാസത്തിനുള്ളിൽ നിയമസഭ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോ ഈ അശ്വിൻ ബ്രോക്ക് എന്താ തോന്നുന്നത്? ഇത് ഭരണം മാറണം എന്നുണ്ടോ അതോ തുടരണം എന്നുണ്ടോ? ആ, തുടരും. മാറ്റമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇപ്പൊ? വീണ്ടും പിണറായി സർക്കാർ തന്നെ ഭരിക്കാൻ സാധ്യത? 10 വർഷത്തെ ഭരണം ഓക്കെയാണ്? ഗംഭീരാണ്. ഹൈ ഹാപ്പിയാണ്. സപ്പോസ് എന്താണ് UDF വരികയെന്ന് വിചാരിക്കുക, ആരായിരിക്കും നേതാവ് വരണം എന്ന് ആഗ്രഹിക്കുന്നത്? ഇപ്പോ കുറെ BJP-യിൽ കുറെ മാറ്റങ്ങൾ 2026 സംഭവിക്കും. വരാൻ സാധ്യത തന്നെയല്ല. ഇപ്പോ BJP-യിലേക്ക് കടന്നു അറിയാലോ, റോബിന് അഖിൽമാരാറൊക്കെ BJP-യിൽ കടന്നു പോയിരുന്നു. അപ്പൊ അതെന്തേലും ഇമ്പാക്ട് BJP എന്ന പ്രസ്ഥാനത്തിന് ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഈ ഫെയിം വെച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ കുറച്ച് ഇഷ്ടം നേടിയ അധികം ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിലൊന്നും ഇമ്പാക്ട് യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണില്ല. ഇപ്പോ ഞാൻ പറയാ, ഇപ്പൊ സിനിമ നടന്മാരിലെ ഏറ്റവും കൂടുതൽ പേഴ്സണലി ഒരു അറ്റാച്ച് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചുള്ളത് ഇന്റർവ്യൂല് പറഞ്ഞിട്ട് ഷെയ്ൻ ടോം ജോക്കോ അതേപോലെ ധ്യാൻ ചേട്ടനാണ്. ഇവരല്ലാണ്ട് കൂടുതൽ അടുപ്പം വേറെ ആരാണുള്ളത് നിലവില്? അവര് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ എന്തെങ്കിലും സിറ്റുവേഷനിൽ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വരെ ഒരു മെസ്സേജ് അയക്കാറുണ്ട് എന്ന് പറഞ്ഞു. മലയാളികൾ ഈ 2025 ബേസിൽ ജോസഫിന്റെ കരിയറിലെ ഏറ്റവും നല്ല ഇമ്പാക്ട് കിട്ടിയ സിനിമയാണ് പൊന്മാന്. പക്ഷെ റിവേഴ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും നെഗറ്റീവായിട്ട് പറഞ്ഞത് സീക്രട്ട് ഏജന്റ് ആയിരുന്നു. ആൾക്ക് വ്യക്തിപരമായിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഡിസ്കഷൻ നടക്കാറുണ്ടോ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്? അങ്ങനെ ചോദിക്കാറുമില്ല. അപ്പൊ അശ്വിൻ ബ്രോയോട് ഇപ്പൊ ആരെങ്കിലും ചോദിക്കാറുണ്ട് ഈ റിവ്യൂസിന്റെ ഇടയിൽ എന്തുകൊണ്ടാ വർക്ക് ആവാത്തതെന്നൊക്കെ? അങ്ങനെ ചോദിക്കാറില്ല. റിവ്യൂ ഡാത്തേന് ചോദിക്കാറൊന്നുമില്ല ഇങ്ങനെ ഇതിന് റിവ്യൂ ചെയ്യണോന്ന് അങ്ങനെ എന്തെങ്കിലും? ഓക്കെ ഓക്കെ, ശരി കേട്ടോ. ഇതും കാര്യങ്ങളും മലയാള സിനിമ അല്ല, എല്ലാ സിനിമകളും ഭയങ്കര പ്രതിസന്ധിയിലാണ്. കാരണം മലയാള സിനിമയുടെ തന്നെ വലിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് GCC കൺട്രീസ് ആണ്.
ഇപ്പൊ പല സിനിമകളും ഈ ഒരു യുദ്ധം കാരണം തന്നെ റിലീസുകളും മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു യുദ്ധം മലയാള സിനിമ അല്ലെങ്കിൽ ഒരു മുഴുവൻ സിനിമകൾ എത്രത്തോളം ബാധിക്കും എന്നാണ് ചെയ്യേണ്ടത്? കാരണം പൊതുജനങ്ങളെയും ബാധിക്കുന്നുണ്ട്. അല്ലാതെ ചേട്ടൻ എന്താണ് അതിനെ കുറിച്ച്? യുദ്ധം എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും ബാധിക്കും. അത് ഇവിടെ തുടക്കത്തില് പിന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇവിടെ ഡിവൈഎഫ്ഐക്ക് പിന്നെ മുദ്രാവാക്യം സമയത്ത് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളതിന്റെ മുദ്രാവാക്യം നമ്മുടെ യുദ്ധം നടക്കും. ഗ്യാസ് ഷോർട്ടേജ് വന്നപ്പോൾ അത് മനസ്സിലാക്കി എങ്ങനെ ബാധിക്കുന്നത്. 10 കൊല്ലത്തെ ഇത് തുടരുകയാണെങ്കിൽ പെട്രോൾ പോയി ഒപ്പം കിട്ടും. അപ്പൊ അത് മൊത്തം എക്കണോമിനെ ബാധിക്കും. അത് പിന്നെ എൻഡ് ഓഫ് ദി ഡേ അത് സാധാരണ മനുഷ്യന്റെ ഒരു പിന്നെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സിനിമ ഓഫ് കോഴ്സ് സിനിമ ഡിസീസും പോലെ തന്നെ മാർക്കറ്റ് വലിയ മാർക്കറ്റ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത് ഇല്ലാതാവുന്ന സമയത്ത് തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കും. ഈവൻ റിവ്യൂസിനെ വരെ ബാധിക്കുന്നുണ്ട്. കാരണം വ്യൂസ് ഇല്ല. കാരണം അവിടെയുള്ള ആൾക്കാർ യുദ്ധഭീതി കഴിയുമ്പോൾ ആരെങ്കിലും ഇവിടുത്തെ സിനിമേന്റെ റിവ്യൂസ് നോക്കാം. അത് പേഴ്സണലി നമുക്ക് മനസ്സിലാവും. മുമ്പ് ഇട്ടോട്ടുള്ള വ്യൂസ് ഇപ്പൊ ഇല്ല. കാരണം അവര് സിനിമയെ കുറിച്ച് ഒന്നും ചിന്തിക്കാനും കാണാനും. കാരണം എന്റെ വീഡിയോസ് കുറെ കൂടുതൽ കാണും ജീസസിലെ ആൾക്കാർ. അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് ഇടുമ്പോൾ വ്യൂസ് വരുന്നത്. 12 മണിക്ക് ഇട്ടാലും അവിടെ 1.5 മണിക്കൂർ പുറകിലല്ലേ. അപ്പൊ ആൾക്കാർ കാണും. പക്ഷെ ഇപ്പൊ ആരും കാണുന്നില്ല. മൊത്തത്തിൽ ബാധിക്കും. പിന്നെ ആടുതിരിക്ക് നല്ലൊരു ചാൻസ് ആണ്. കാരണം അത് ജീസസ് മാർക്കറ്റ് ഇല്ലെങ്കിലും വേറെ കോമ്പറ്റീഷൻ ഇല്ല. ഈ റംസാൻ പടം അറിയില്ല അങ്ങനെയാണെന്ന് പറയും. പക്ഷെ വിജയ് ബാബു പ്രൊഡ്യൂസറായിട്ട് എന്ന് പറഞ്ഞത് GCC കൺട്രീസിലുള്ള മാർക്കറ്റ് കിടക്കുമ്പോൾ ബിസിനസ് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. പക്ഷെ അത് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാം. കാരണം കോമ്പറ്റീഷൻ ഇല്ലല്ലോ. നിരന്തരം മാത്രമേ ഉള്ളൂ. ടോക്സിക് മാറിയല്ലോ. പിന്നെ ഞാൻ ചെയ്ത പടമേ ഉള്ളൂ ഭീഷ്മർ. അപ്പൊ വലിയ കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ അടുത്ത് പോസിറ്റീവ് റിപ്പോർട്ട്സോ അല്ലെങ്കിൽ എബോ ആവറേജ് റിപ്പോർട്ട്സോ ഈവൺ ആവറേജ് ആയി പോലും ആൾക്കാർക്ക് ഓപ്ഷൻ ഇല്ലല്ലോ വേറെ പടം കാണാൻ. ഇപ്പൊ എല്ലാവരും പടം കാണണല്ലോ. ഇപ്പൊ ഈ മലയാള സിനിമകളില്ലേ, ഇപ്പൊ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ലെവലിലുള്ള ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ ഉപരി മറ്റു രാജ്യത്തിലെ മാർക്കറ്റുകളെ ഇത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടല്ലേ? ഇല്ല, മലയാളികൾ തന്നെ മലയാള സിനിമ കാണുന്നുണ്ട്. അപൂർവം സിനിമകൾ വൺമൽ വോയിസ് പിന്നെ ആവേശം ലോകം ഇങ്ങനെ അപൂർവം സിനിമകളല്ലേ നോൺ മലയാളീസ് കാണുന്നു. മലയാളികൾ വേറെ രാജ്യത്തുള്ളതുകൊണ്ട് അവിടെ നിന്ന് അവർ കാണുന്നത് മാത്രമല്ല. അല്ലാതെ മലയാള സിനിമ കാണാൻ വേണ്ടി വിദേശ പൗരന്മാര് മലയാള സിനിമ കാണുന്നില്ല. റയറായിട്ടോ. ഈ യുദ്ധത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമേനെ ബേസ് ചെയ്തിട്ടുള്ളത് വേറെ കുറെ കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. കാരണം എപ്സ്റ്റൈൻ ഫയൽസിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തൊരു വാറാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ തോന്നല്ലേ. ഇത് ഒരു പ്ലാൻ അതിന് കുറെ ഹിസ്റ്ററി ഉണ്ട്. അതിന്റെ കുറെ പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പൊ ചേട്ടൻ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ ചേട്ടന്റെ ഒരു നിരീക്ഷണത്തിൽ ഈ ഒരു വാറിന്റെ എൻഡ് അല്ലെങ്കിൽ ഇനി ഒരു നെക്സ്റ്റ് സ്റ്റേജസ് എന്തൊക്കെയായിരിക്കും? പിന്നെ താനെ കീഴടക്കം അത്ര എളുപ്പമില്ല. കാരണം വെരി സ്ട്രോങ്. ഇതൊരു കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പറയാൻ പറ്റും. കൃത്യമായിട്ട് ഇപ്പൊ നമുക്കതൊരു കൺക്ലൂഷനിലെത്താൻ പറ്റില്ല. പക്ഷേ തുടക്കത്തിലുണ്ടായ ഒരു ആവേശം ഇപ്പൊ കാണിക്കുന്നില്ല. അമേരിക്ക കാണിക്കുന്നില്ല. പിന്നെ ഇസ്രായേൽ എന്തായാലും അടിച്ചുകൊണ്ടിരിക്കുക. അത് അവർ സ്ഥിരം ചെയ്യുന്നത്. അപ്പൊ അമേരിക്കയുടെ ഡിസിഷനാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. അവര് ട്രംപ് ഡിസൈഡ് ചെയ്യുന്ന അതുപോലെ ആയിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പൊ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ കേരള പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് ആണെങ്കിലും വലിയ ക്രൂഷ്യൽ ടൈമിലേക്കാണ് വരുന്നത്. കാരണം ഇലക്ഷൻ വരികയാണ്. അതെ അതെ. ഇലക്ഷനെ കുറിച്ച് നോക്കിയിരുന്നു എന്തൊക്കെയെല്ലാം? അസംബ്ലി ഇലക്ഷൻ ആണോ? അസംബ്ലി ഇലക്ഷൻസ്. അസംബ്ലി ഇലക്ഷൻ ടൈപ്പ് കോമ്പറ്റീഷൻ ആണ്. കാരണം നമുക്ക് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ടൈപ്പ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ടൈപ്പ് കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷേ LDF വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും അതെ അതെ. എന്താണ് കാരണം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങളായാലും അല്ലെങ്കിൽ ആരോപണങ്ങളായാലും ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ കേൾക്കുന്നുണ്ടായിരുന്നു LDF. എന്നിട്ടും LDF തന്നെ വീണ്ടും വരാൻ എന്ന് പറയാൻ അല്ല, വിവാദങ്ങൾ ആരോപണങ്ങൾ എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ജനങ്ങൾക്ക് സാധാരണ മനുഷ്യർക്ക് പിന്നെ സർക്കാരിനെ കൊണ്ട് എന്ത് ഗുണമുണ്ടായിരുന്നു. അടിസ്ഥാന വികസനം അതിഗംഭീരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയും, ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞാലും പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ റോഡ് വികസനങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും അടിസ്ഥാന വികസനം ഗംഭീരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തുടർച്ച വേണമെന്നാണല്ലോ ജനങ്ങൾ ആഗ്രഹിക്കും. പെൻഷൻ പദ്ധതികൾ, കാര്യങ്ങൾ അത് അതായത് ഇലക്ഷൻ എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനം എടുക്കുന്ന ആളുകളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇടതും വലുതും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരെങ്ങോട്ട് വേണേൽ ചാടാം. അപ്പൊ അവര് ഡിസൈഡ് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും പണം തുറന്നല്ലേ ആഗ്രഹിക്കും. അപ്പൊ അതെന്റെ പ്രതീക്ഷ.
ഇപ്പോൾ ഇലക്ഷൻ സംബന്ധിച്ച് നോക്കുമ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ നേരത്തെ ആയാലും സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് ഇലക്ഷൻ നിൽക്കുകയും തോൽക്കുകയും ജയിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഒരുപാട് മാറിയും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ചേട്ടൻ ഏത് പാർട്ടിയിലാണ്? എല്ലാ പാർട്ടികളിലേക്കും ഇപ്പോൾ BJP ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് പ്രാധാന്യമില്ലല്ലോ. ഇവിടെ യാതൊരു റോളില്ല. പക്ഷേ LDF-ലൊന്നും അങ്ങനെ സിനിമാമാർ നടക്കുന്നില്ല. അത് മുകേഷും പിന്നെ ഗണേഷന്മാർക്ക് ഉണ്ട്. പക്ഷെ അവർക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടല്ലോ. ജസ്റ്റ് സിനിമ നടനായതുകൊണ്ടല്ല. പക്ഷെ ഇലക്ഷൻ സമയപ്പോഴും ഗണേഷ് കുമാറിനുള്ള വിവാദങ്ങൾ കുറച്ച് അല്ല, അത് അവരുടെ ഫാമിലി മാറ്റർ. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പക്ഷെ ആവശ്യമില്ല. ഇലക്ഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇല്ല, അത് കഴിഞ്ഞ അതിന് ബാധിക്കാൻ പോകുന്നില്ല. അത് ഇപ്പം ഡെയിലി ന്യൂസ് അല്ലേ. അപ്പൊ അത് അന്നത്തെ ദിവസത്തോടെ ആ ന്യൂസ് കഴിഞ്ഞു, ദിവസം കൊണ്ടത് കഴിഞ്ഞു, പിന്നെ അടുത്ത ന്യൂസായി. ഇപ്പോ ചേട്ടൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ക്രിട്ടിസൈസ് എന്ന നിലയിൽ നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ. ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്ത ഏതെങ്കിലും ആക്ടേഴ്സ് ആക്ട്രസസ് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ഒന്ന് പെട്ടെന്നൊരു ക്വിക്ക് തിങ്കിങ് നടക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു പേര്